ഫെയർവെൽ ആവുന്നുള്ളൂ. അല്ലാതെ ഈ ചില ആൾക്കാർ കടിച്ചു തൂങ്ങി നിൽക്കും പോലെ, ഈ സ്പോർട്സിലൊക്കെ നിൽക്കും പോലെ റിട്ടയർ ആവുന്ന സമയമായിട്ടും റിട്ടയർ ആവാതെ കടിച്ചു തൂങ്ങി പിന്നെയും ഇങ്ങനെ കളിക്കുന്ന ചില ടീംസ് ഉണ്ടല്ലോ ഫുട്ബോളിലൊക്കെ. അണ്ണാ ബർഗർ ലീഗിൽ പോയ ആളെ പറ്റിയിട്ടല്ലേ പറയുന്നത്. എനിക്കും തോന്നിയത് തന്നെയാണ്. അവിടെ പോയിട്ട് ഒരു സോഫ്റ്റ് ഡ്രിങ്ക് കമ്പനി ഉണ്ടാക്കിയിട്ട് അതിന്റെ ആഡും ചെയ്തിട്ട് സോക്കറും കളിച്ചിരിക്കുന്ന ആളെ പറ്റിയിട്ടല്ലേ എനിക്കും തോന്നിയത് തന്നെയാണ്. 37ാമത്തെ വയസ്സിൽ റൊണാൾഡോ കളിച്ചത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി, അതായത് ഏറ്റവും ടഫസ്റ്റ് ലീഗിൽ. ടെൻഹാഗ് വരുന്നതിന്റെ മുമ്പത്തെ സീസണിൽ ആളടിച്ചത് 18 ഗോളാണ്. ടോപ്പ് 3ലുണ്ട് ആള്. ഈ ജനറേഷനിൽ ഏറ്റവും കിടിലൻ സ്ട്രൈക്കർ ആണെന്ന് വിശേഷിപ്പിക്കുന്ന ഹാരി കെയ്ൻ 4ാമത്തെ പൊസിഷനിൽ തന്നെയായിരുന്നു. സോ ആ സമയത്ത് ടോട്ടൻഹാം ഹോട്ട്സ്പറിനെതിരെ ആളടിച്ച ലോങ് റേഞ്ചറും അതേപോലെ നോർവിച്ചിനെതിരെ ആളടിച്ച ഫ്രീ കിങ് ഹാട്രിക് ഒക്കെ കണ്ടവർക്കൊക്കെ ഓർമ്മയുണ്ട്. പിന്നെ ആൾ അൽനാസറിലോട്ട് പോയ കാര്യം, ആൾ അൽനാസറിലോട്ട് പോയപ്പോ പകുതി യൂറോപ്പിനെ തന്നെ കൂടെ കൊണ്ടുപോയി. ഈ പ്രൈമിൽ കളിക്കുന്നവർ വരെ പോയി. എന്തുകൊണ്ട് MLS ആരും പോയില്ല? ആൾ അൽനാസറിന് ടോപ്പ് സ്കോർ ആയ സമയത്ത് കരീം ബെൻസിമ അൽ ഇത്തിഹാദിലുണ്ട്. മറ്റേ ബാലൻഡിയോർ ജേതാവായിരുന്നു. അത്രയും ഫോമിൽ നിൽക്കുന്ന ആൾ എന്തുകൊണ്ട്